അടുത്തൊരു 15 ദിവസം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത്? യുവർ നെക്സ്റ്റ് 15 ഡേയ്സ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോള് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? അതായത് നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ സോൾ ഗ്രോത്തിന്, നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റിന്, നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഓക്കെ, സർവീസ്, മറ്റുള്ളവരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുകയാണ്. അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവുകളാണ് ഉള്ളത്. ഒരേ ഫുഡ് കഴിക്കുന്ന 2 പേർക്ക് 2 ഒപ്പീനിയൻ ഉണ്ടാവാറുണ്ട്. കാരണം അത് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതങ്ങനെയാണ്, ഇല്ല ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് ഫീൽ ചെയ്തതാണ് ആ വ്യക്തി പറയുന്നത്. അയാൾക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ളതുകൊണ്ട് അതാണ് സത്യം എന്നോ അതാണ് തെറ്റെന്നോ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അയാളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ഇത് ജീവിതത്തിൽ കൊണ്ടുതരാൻ പോകുന്ന ശാന്തത. ആൻഡ് ദെൻ വി ഹാവ് ഹെൽത്ത്. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനായിട്ട് ഒരു അവസരം, ഒരു ഹീലിംഗ്, സ്പെഷ്യലി ഫിസിക്കൽ ഹെൽത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോഡി പരമായിട്ടുള്ള പെയിനും അസുഖങ്ങളും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള റൈറ്റ് ഗൈഡൻസിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം എനർജി വരുന്നത് ഹ്യൂമർ, ലാഫിംഗ് ബുദ്ധയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ ജീവിതത്തിനെ എല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റിയും ഉഴപ്പിക്കളയാനല്ല. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പലരും പറയുന്ന പല കാര്യങ്ങളെയും എപ്പോഴും നമ്മൾ അങ്ങനെ ഘനപ്പെടുത്തി എടുക്കേണ്ട കാര്യമില്ല. അവരത് പറഞ്ഞു എന്നുള്ളതിന് മൂല്യം കൊടുത്ത് സീരിയസ്നെസ് കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നത്. അവരങ്ങനെ പറഞ്ഞു, അവരുടെ ഒപ്പീനിയൻ അല്ലേ പറഞ്ഞത്. ലൈറ്റായിട്ട് വിടുക, പല കാര്യത്തിനെയും ലൈറ്റായിട്ട് വിടുക. അതുപോലെ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ മനസാന്നിധ്യം കൈവിടാതിരിക്കുക. ശനി നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നത് അപ്പോഴാണ്. നമുക്ക് ഒരു ഹോപ്പും ഇല്ല എന്ന് തോന്നുന്നിടത്ത്, തോന്നലാണ്, ഹോപ്പില്ലാതെയല്ല, തോന്നൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാനുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് തുടർന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിസൾട്ട് വരാൻ പോകുന്നത്. ജീവിതത്തിന് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് നിങ്ങൾ കാണാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.